ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയം കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് അതിനുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് തരുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്നിവിടെ ഞാൻ സംസാരിക്കുന്നത്. ഇൻകം ടാക്സ് റിട്ടേൺ സെപ്റ്റംബർ 15 വരെയാണ് ഫയൽ ചെയ്യാൻ സമയം തന്നിട്ടുണ്ടായിരുന്നത്. ആ സമയം കഴിഞ്ഞ ആളുകൾക്ക് ഡിസംബർ 31 വരെ നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തരുന്നുണ്ട്. പക്ഷേ കുറച്ച് പെനാൽറ്റി കൂടി അല്ലെങ്കിൽ ലേറ്റ് ഫീ കൂടി നമ്മൾ അടച്ചിട്ട് വേണം റിട്ടേൺ ഫയൽ ചെയ്യാൻ. അപ്പോൾ 5 ലക്ഷത്തിന് താഴെ ഇൻകമുള്ള ആളുകളാണെങ്കിൽ 1000 രൂപയും 5 ലക്ഷത്തിന് മീതെയുള്ള ആളുകളാണെങ്കിൽ 5000 രൂപയും പെനാൽറ്റി അടച്ചതിന് ശേഷം അല്ലെങ്കിൽ ലേറ്റ് ഫീ അടച്ചതിന് ശേഷം വേണം റിട്ടേൺ ഫയൽ ചെയ്യാൻ. അതുകൂടാതെ അതിന്മേലുള്ള ടാക്സ് അടയ്ക്കുന്ന എമൗണ്ടിന്മേലുള്ള ഇൻട്രസ്റ്റും കൂടി നിങ്ങൾ അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ നമുക്ക് ഡിസംബർ 31 വരെ റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി നിങ്ങൾക്കുണ്ട്. ഇങ്ങനെ ഡിലേ ആയിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കുഴപ്പങ്ങളുണ്ട്. നമുക്ക് റിട്ടേൺ ക്യാരി ഫോർവേഡ് ആയിട്ടുള്ള വല്ല ലോസസ് ഒക്കെ ഉണ്ടെങ്കിൽ ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് അത് കിട്ടുകയില്ല. അതുകൂടാതെ നിങ്ങൾക്ക് ഓൾഡ് സ്കീമിൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റില്ല, ന്യൂ സ്കീമിൽ മാത്രമാണ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. സെപ്റ്റംബർ 15 മുമ്പായിട്ട് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തൊരു വ്യക്തിയാണ്. നിങ്ങൾ എന്തെങ്കിലും റിട്ടേണിൽ എന്തെങ്കിലും തെറ്റുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റിവൈസ് ചെയ്യാനുള്ള സമയം ഡിസംബർ 31 വരെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നിട്ടുണ്ട്. അത് നമ്മൾ യൂസ് ചെയ്യാം. അതുകൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ലേറ്റ് ആയിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ, ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് ലേറ്റ് ഫീ വരുന്നുണ്ട്. പക്ഷേ ഈ റിവൈസ് ചെയ്യുന്ന റിട്ടേണിന് നമുക്ക് ലേറ്റ് ഫീ അടയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒറിജിനൽ റിട്ടേൺ അടച്ച പോലെ തന്നെയാണ് അത് കണക്കാക്കുക. അപ്പോൾ എന്തെങ്കിലും കറക്ഷൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഈ ഡിസംബർ 31 മുമ്പായിട്ട് കറക്റ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ സെപ്റ്റംബർ 15 സമയപരിധിയും മിസ്സായി, അതുപോലെ ഡിസംബർ 31 സമയപരിധിയും റിട്ടേൺ ഫയൽ ചെയ്യാനുള്ളത് മിസ്സായി എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അലവ് ചെയ്യുന്നുണ്ടോ? അതിനും ഡിപ്പാർട്ട്മെൻറ്റ് അലവ് ചെയ്യുന്നുണ്ട്. നമുക്ക് അപ്ഡേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഡിപ്പാർട്ട്മെൻറ്റ് അലവ് ചെയ്യുന്നത്. അപ്ഡേറ്റ് റിട്ടേൺ എന്ന് വരെ നമുക്ക് ഫയൽ ചെയ്യാന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം. 24-25 സാമ്പത്തിക വർഷത്തിൽ റിട്ടേൺ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഏത് സമയം വരെ അത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് 2030 മാർച്ച് വരെ നമുക്ക് അപ്ഡേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. 2027 മാർച്ചിന് മുമ്പായിട്ട് നിങ്ങൾ റിട്ടേൺ അപ്ഡേറ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഡീഷണൽ ആയിട്ട് 24% ടാക്സ് അടയ്ക്കണം. ഇനി 28 മാർച്ചിന് മുമ്പാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 40% അഡീഷണൽ ടാക്സ് അടയ്ക്കണം. 29 മാർച്ചിന് മുമ്പാണെങ്കിലോ അത് 60%. 30 മാർച്ചിൻ്റെ ഉള്ളിലാണ് ഫയൽ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 70%. എത്ര കണ്ട് ഡിലേ വരുന്നു അത്ര കണ്ട് നിങ്ങൾ അഡീഷണൽ ടാക്സ് അടച്ചിട്ടാണ് റിട്ടേൺ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അപ്ഡേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യണമെങ്കിൽ എത്രയും നേരത്തെ ഫയൽ ചെയ്യുക. അപ്പോൾ അത്രയ്ക്കും നമുക്ക് ടാക്സ് ലാഭിക്കാൻ പറ്റും. ചില സിറ്റുവേഷനിൽ അപ്ഡേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെ സമ്മതിക്കുന്നില്ല. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു ലോസ് റിട്ടേൺ, നഷ്ടത്തിലുള്ള ഒരു ഇൻകം ടാക്സ് റിട്ടേൺ നമുക്ക് ഫയൽ ചെയ്യാൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് സമ്മതിക്കില്ല. അതുപോലെ നിങ്ങൾ ഓൾറെഡി റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ റിട്ടേണിൽ നിങ്ങൾ ഒരു ടാക്സ് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ടാക്സിനൊക്കെ കുറവ് റിട്ടേൺ നമുക്ക് പിന്നീടുള്ള അപ്ഡേറ്റ് റിട്ടേണിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനൊക്കെ കൂടുതലുണ്ടെങ്കിലാണ് അപ്ഡേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ റീഫണ്ട് ക്ലെയിം ചെയ്തുകൊണ്ട് ഒരു അപ്ഡേറ്റ് റിട്ടേൺ നമുക്ക് ഫയൽ ചെയ്യാം. ഇനി നിങ്ങൾ അപ്ഡേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അപ്ഡേറ്റ് റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് റിവൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അത് അപ്ഡേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാൻ ശ്രമിക്കും. അപ്ഡേറ്റ് റിട്ടേൺ ചില വ്യക്തികൾക്ക് ഫയൽ ചെയ്യാൻ പറ്റില്ല. അത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു വ്യക്തിക്കെതിരെ സെർച്ച് സർവേ നടക്കുകയോ അല്ലെങ്കിൽ അതായിട്ട് റിലേറ്റഡ് ആയിട്ട് വല്ല നോട്ടീസസ് കിട്ടിയിട്ടുണ്ടെങ്കിലോ അവർക്ക് അപ്ഡേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റില്ല. അതുകൂടാതെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ക്രൂട്ടിനി അസസ്മെൻറ്റ് അല്ലെങ്കിൽ റീ അസസ്മെൻറ്റ് അല്ലെങ്കിൽ റിവിഷൻ, ഇതൊക്കെ ഒരു വ്യക്തിക്കെതിരെ നടക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്കും ആ കൊല്ലത്തെ അപ്ഡേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ DM ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.